വലിയൊരു മോഷണ വാർത്തയുമായി ഞങ്ങളുടെ കൊച്ചിയിലെ റിപ്പോർട്ടർ അശ്വതി ചേരുന്നു. കൊച്ചിയിൽ രവിപുരത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നു. രവിപുരം അറ്റ്ലാന്റിസ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ സ്റ്റീഫൻ എന്നയാളുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. CCTVയിലെ ദൃശ്യങ്ങൾ കാണുക. ഇതര സംസ്ഥാനക്കാരായ 2 പേരാണ് മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നു. CCTVയിൽ കുടുങ്ങിയ പ്രതികളുടെ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. കൊച്ചി രവിപുരം അറ്റ്ലാന്റിസ് റെയിൽവേ ഗേറ്റ്, ആ റെയിൽവേ ഗേറ്റിന് അടുത്തുള്ള സ്റ്റീഫൻ എന്ന ആളുടെ വീട് CCTV കാണിച്ചു തരുന്ന ദൃശ്യങ്ങൾ. ബാക്കി അശ്വതി. അശ്വതി, ടോർച്ച് അടിച്ചുകൊണ്ട് അവർ നോക്കുന്നു. എന്തൊക്കെ മോഷ്ടിച്ചു, നഷ്ടപ്പെട്ടത് എന്തൊക്കെ, പോലീസ് എന്ത് പറയുന്നു? ബാക്കി ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് മോഷണം പോയതെന്നാണ് ഈ വീട്ടുടമ പോലീസിനോട് പറയുന്നത്. അതൊരു കൃത്യമായ കണക്കല്ല. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമാണ് കൃത്യമായ കണക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ വീട്ടുടമ ഈ സ്ഥലത്തില്ല. അദ്ദേഹം മുംബൈയിലെ മകന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഈ മകൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടേക്ക് പോയ ഈ സമയത്താണ് ഇവിടെ കവർച്ച നടന്നത്. ഈ 12ഓളം CCTVകളാണ് ഈ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മകന്റെ അടുത്തെത്തിയ ശേഷം ഈ CCTV പരിശോധിച്ചപ്പോഴാണ് വീട്ടുടമയ്ക്ക് ഇത്തരത്തിൽ മോഷണം നടന്ന കാര്യം മനസ്സിലായത്. ഉടൻ തന്നെ അദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയും അവിടെ നടത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ആ പരിസരത്ത് ഒരു വട്ടം ചുറ്റിക്കറങ്ങിയാണ് എത്തിയത്. അതായത് ഒരു പക്ഷേ മോഷ്ടാക്കൾ പല വീടുകളിലും മോഷണ ശ്രമം നടത്തിയിരിക്കാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ പരിസരത്ത് തന്നെയാണ് 2 മാസങ്ങൾക്ക് മുൻപ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പനമ്പള്ളി നഗറിലെ ഈ പ്രദേശം ഒരു സ്ഥിരം മോഷണ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, രാത്രികാല പട്രോളിംഗ് വളരെ ശക്തമാക്കേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളമാണ് 2 കള്ളന്മാർ അവിടെ ചെലവഴിച്ചത്, ആ വീട്ടിൽ ചെലവഴിച്ചത്. അത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിൽ സംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്ന ആളുകളാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ 2 കള്ളന്മാരും സാമൂഹ്യ അകലം പാലിക്കുന്നതിന് വേണ്ടിയൊക്കെയും അതുപോലെ അണുബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും കോവിഡ് കാലത്ത് പ്രചാരത്തിലായ മാസ്കുകൾ ധരിച്ചിട്ടുണ്ട്. മോഷണത്തെ എളുപ്പമാക്കുന്ന ഒന്നായി മാസ്കുകൾ മാറുന്നു. അതിൽ ഒരു കള്ളൻ അദ്ദേഹത്തിൻ്റെ തലയിൽ പേൻ കടിച്ചിട്ട് ചൊറിയാൻ പറ്റാത്ത രീതിയിൽ തലയിൽ ശിരോവസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്കിപ്പോൾ കാണുകയും ചെയ്യാം. ഇത് കള്ളന്മാരുടെ ഇത്തരത്തിലുള്ള മോഷണത്തെ CCTVയിലൂടെ കാണുക എന്ന് പറയുന്നത് മോഷണത്തിന് ഇരയാവാത്തവരെ സംബന്ധിച്ച് സന്തോഷമുള്ള വാർത്തയാണെങ്കിലും മോഷ്ടിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് വലിയ ദുഃഖമുള്ള വാർത്തയാണ്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവട്ടെ. സംവിധായകൻ ജോഷിയുടെ വീടിൻ്റെ പരിസരത്ത് മോഷണം നടന്നതിന് ശേഷം അവിടെ കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയെന്ന് പറയുമ്പോഴും മോഷണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അശ്വതി.